ഹലോ ഗൈസ്, ഗെയിമർ ബോർഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന പെസ്സിൻ്റെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താ ഒരു മാച്ചൊക്കെ നമുക്ക് കളിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കാം. നമ്മളിൽ 50 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 50 കോയിൻ വേണം. നമുക്ക് ഇംഗ്ലീഷ് ക്ലബ്സിൽ പോവാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്കാദ്യം മാച്ചിൽ പോവാം. ഡ്രീം മാച്ച് എവൻറ്റ്സ്. ഓക്കെ, എവൻറ്റ്സ് തന്നെയാണ്. എവൻറ്റ്സ് പോയതിന് ശേഷം നമുക്ക് വിക്ടറി റണ്ണുണ്ട്. വിക്ടറി റണ്ണ് വേണ്ട, ഭയങ്കര ക്ലബ് പ്രൈസൊക്കെ തന്നെ ഇരിക്കും. നമുക്ക് ഇതിനകത്ത് പോയ വലിയ ഇതൊന്നും കിട്ടാനില്ല. ഏതാ പോവുക? ക്വിക്ക് മാച്ചിൽ തന്നെ നമുക്ക് പോവേണ്ടി വരും. മാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്ലേയേഴ്സൊന്നും നമ്മളവിടെ കളിക്കാൻ എത്തിയിട്ടുണ്ട്. 251. ഓക്കെ, ഇവനെ നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം. സുഖമായിട്ട് പൊട്ടിക്കാം നമുക്ക് ഇവനെ വേണമെങ്കിൽ. ബാഗ് വെച്ചിട്ടുണ്ട്. എൻ്റെ മുന്നേ എന്താവും എന്തോ. താങ്ക് യു ഗൈസ്. എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ ഫൈനലി എൻ്റെ ചാനലിലേക്ക് എന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയി കാണാം കേട്ടോ. എൻ്റെ ചാനൽ എടുത്തതിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്യുന്നതാണ് മാൻ സിറ്റീനെ വെച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും വളരെ താങ്ക്സ് ഗൈസ്. ഏറ്റവും പൊട്ട യൂട്യൂബറായിരുന്ന ഞാനിപ്പെങ്കിലും കുറച്ചൊക്കെ നന്നായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് എങ്കിലും എനിക്ക് തോന്നി തുടങ്ങി ഗൈസ്. കാരണം അമ്മ പൊട്ട എനിക്ക് 6-7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളൂ ആദ്യം തന്നെ. ഇപ്പം തന്നെ ഒരു വലിയ കോസ്റ്റൊക്കെ ആവാനായിട്ടുണ്ട്. ഏകദേശം അങ്ങനത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല ഗൈസ്. 100 സബ്സ്ക്രൈബേഴ്സ് പോലും കടന്നിട്ടില്ല. എന്തായാലും അവിടം വരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് തന്നെ മുമ്പോട്ട് പോകുന്നു. ലൈക്കൊക്കെയാണ് കുറച്ച് കൂടുതൽ കിട്ടുകയെന്നാണ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടണുണ്ട്. ഒപ്പം തന്നെ എൻ്റെ പൊന്നെ വമ്മൻ കളിയാണല്ലോ. ഓ, ഹരിക്കെയിൻ ഓട്. ശരിടാ, നമ്മളെ ഫസ്റ്റ് ഷോട്ട്. സാരില്ല. ഡോണ്ട് ഫിയർ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഗോൾ കിക്കാന്നുകൊണ്ട് സെൽസോ അവീല ഏതാടേത്? മെസ്സി, ക്രിസ്ത്യാനോ 2. എവിടെ ഇതേതുറേ ലെപ്പോർട്ട ഗൈസ്. ഭയങ്കര പ്ലെയറാണ്, നിങ്ങൾക്കറിയാലോ. മറ്റേ മാൻ സിറ്റിയിലൊക്കെ ഉള്ള പ്ലെയറാണ് ഗൈസ്. MTL. ഓ, പിനോക്ക്. എവിടെ ബെല്ലിംഗം പിടിക്ക് പോയിട്ട് ടെല്ലി. അത് എനിക്ക് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ. എടോ, ഇവർ ഭയങ്കര കളിയാണല്ലോ. പൊലങ്കളി ഗൈസ്, പൊലങ്കളി. എൻ്റെ പൊന്ന്, ഇവർ ആൾക്കാരൊക്കെ എവിടെ നിന്നാണോ ഞാൻ അവിടെ ഉണ്ട് ആൾക്കാരെന്ന് അറിയാം. നല്ല ക്ലിയറൻസ്. റൊണാൾഡോ. ഒഡ്ഗ്രാഡ്. മെസ്സി. ഓ, അമ്മക്കാണ്. ഓരോന്നെടുപ്പിക്കപ്പോൾ എടി പൊസിഷൻ ഷിഫ്റ്റ്. സെലക്ട് കിക്കർ. വേർ ഈസ് ലിയോണൽ മെസ്സി? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാവും മെസ്സി. എൻ്റെ പൊന്നെ, അടിപൊളി ഫ്രീ കിക്ക് ചെയ്യുന്നു ഗൈസ്. സാരില്ല. ജോഫോയ്റ്റ്. ബെല്ലിംഗം. ഓക്കെ, ബെല്ലിംഗം. നമ്മൾ 2 ടീമിലും ബെല്ലിംഗം ഉണ്ട് ഗൈസ്. ഫിഫയിലും ഉണ്ട്, പെസ്സിലും ഉണ്ട്. ഇവിടെ ഇവരിങ്ങനെ ഒരു മിസ് പാസും വരാണ്ട് ഇങ്ങനെ പാസ് കൊടുക്കണേ. അപ്പം തന്നെ മിസ് പാസ് വന്നു ഗൈസ്. അവിടെ നെയ്മർ ഉണ്ട് കേട്ടോ. സാഞ്ചസ് ഒക്കെ കളിക്കുമ്പോഴേക്കും എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവർ ബേക്ക് കൊടുത്ത് ഇവിടുത്തെ കാർലോസ്. എൻ്റെ കാർലോസ്
ഏറ്റവും റേറ്റിംഗ് കൂടിയ പ്ലെയറായിട്ട് പോലും ഇങ്ങനെ കളിച്ച് നമ്മളെ ചതിക്കുക. ലൈമർ ഓട് പിനോക്ക്, ഓനക്ക് നല്ല റേറ്റിംഗ് ഉണ്ട്. ഹെർണാണ്ടസ് വെൽ പ്ലേ. റൊണാൾഡോ, എൻ്റെ റൊണാൾഡോ എന്താണ് കാണിക്കുന്നത്? നെയ്മർ ലൈമർ എടാ നമ്മളെ നെയ്മർ മുന്തിട്ടിട്ടുണ്ട്. ഓ യെസ്, ഓല് 2 ഷോട്ട് അടിച്ചിട്ടുണ്ടാവും മിക്കവാറും. യെസ്, 2 ഷോട്ട്. നമ്മളെപ്പോഴാണ് കഴിച്ച് 2 ഷോട്ട് അടിച്ചേ? ഓക്കെ, പാസസും ഓല് 49, നമ്മൾ വെറും 18 പാസസ് കൊടുത്തിട്ടുള്ളൂ ഗൈസ്. കാരണം നമുക്കത്ര പാസൊന്നും വേണം. നമ്മളതിൽ മെസ്സി റൊണാൾഡോ ഒക്കെ ഉള്ളതുകൊണ്ട് ഡ്രിബിളിങ് കിങ്സൊക്കെ നമ്മളതിൽ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പാസൊന്നും അധികം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 പാസ് അതിലൊരു അറ്റാക്ക് ആയിക്കോളും. ടീമാണ് നമ്മളെ. പെല്ലിങ്ക് കണ്ടോ, ഒരു പാസിൽ ഇവിടെ റെഡോൺ സാഞ്ചസ്. ഇവരങ്ങോട്ട് കടത്താൻ തന്നെ സമ്മതിക്കണില്ലേ? മെസ്സി പറയണുണ്ടോ അങ്ങോട്ട് ചാടി? മെസ്സി പറഞ്ഞ പോലെ തന്നെ ചെയ്ത് ഗൈസ്. എന്നിട്ട് ബോൾ കിട്ടി. എടോ റൊണാൾഡോ എന്താണ് ഇങ്ങനത്തെ കളിക്കുന്നത്? ഭയങ്കര പ്ലെയറാണല്ലേ. റിയൽ ലൈഫിൽ മര്യാദയ്ക്ക് കളിച്ചിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഗെയിമിൽ കളിച്ചാലേ ഗെയിമിൽ വല്ല നമുക്ക് ഗുണം കിട്ടാൻ പോകുന്നുള്ളൂ. എടോ മെസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ ഇത് എത്ര പേരുടെ വീരണേ? എടോ മെസ്സി എനിക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റണില്ല. കാരണം അമ്മ പ്ലേയേഴ്സിനോട് ബ്ലോക്ക് ചെയ്യാൻ വരണേ. എങ്ങനെയെങ്കിലും ഒരു ഗോൾ ഗൈസ്. ഹെർണാണ്ടസ് ഡൊണറൂമ. നമ്മൾ ബോളിനെ നോക്കി ലക്ഷ്യം വെച്ച് കളിക്കുന്നുണ്ട്. എടേ മിസ് പാസ് ആവല്ലേ? ഹെർണാണ്ടസ്, കാർലോസ്. എടോ നിങ്ങൾ മിസ് പാസ് കളിക്കല്ലേ? ഓക്കെ, ഹെർണാണ്ടസ്, കെയ്ൻ. എടോ ഇങ്ങനെ മിസ് പാസ് കളിക്കല്ലേ? നമ്മളെ ടീം മിസ് പാസോട് മിസ് പാസ്. ഓക്കെ, വെൽ മെസ്സിക്ക് കൊടുത്തിട്ട് ആരെങ്കിലും അങ്ങോട്ട് കയറി. എടേ നെയ്മർ. ഹെർണാണ്ടസ് ഒഡീഗാർഡ്, ഹെർണാണ്ടസ്, മെസ്സി. എടേ മെസ്സി സാറില്ല. ഓ അടാ അവിടെ പോയി നിന്ന് ബോളിടി. എടേ ചോളോ ഗൈസ്, ഓനോട് സ്റ്റക്കായി പോയി ചെറുതായിട്ട്. ഒന്ന് കളിക്കുന്നുണ്ടോ? ഇതെന്താണത്? ഇവർ ടൈം കളയുക വെറുതെ. പക്ഷെ നമുക്ക് ടൈം കളയ. ഓനിപ്പോൾ ഞാൻ ഉരുട്ടിടൂലോ? നമ്മൾ ദേഷ്യം വരുന്നുണ്ട്. കളിയടേ ലൈമർ. അല്ല, അവസാനത്തെ പ്ലാൻ അതുകൊണ്ട് ഓടണ. എൻ്റെ പൊന്നെ, എനിക്ക് ഒരു ഭയങ്കര സേവ് നടത്തിയിട്ട് നമ്മൾ സൂക്ഷിച്ച് കളിക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ 0 ആടെ ടൈം. എന്തിനോട് അങ്ങനെ? പൊസിഷൻ നമുക്ക് കുറവാണ്. ഷോട്ട്സ് ഓൽക്കോ കൂടുതൽ, ഫൗൾസ് ഓൽക്കോ കൂടുതൽ, പാസ് ഓൽക്കോ കൂടുതൽ. എടാ എല്ലാം ഓൽക്കട കൂടുതൽ. പക്ഷേ ഇൻട്രക്ഷൻസ് ടാക്കിൾസ് ഓൽക്കോ കൂടുതൽ, സേവ്സ് ഒരേപോലെ തന്നെ. എൻ്റെ പൊന്നെ, പ്ലേയേഴ്സ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഓരോ പ്ലേയേഴ്സാണ് ഗൈസ്. ഇത്രയും പൊട്ട പ്ലേയേഴ്സാണ് ഇമ്മ കളി കളിക്കുന്നുണ്ട്. നമ്മളെ ടീം താരം കളിച്ചിട്ടില്ലേ? ഇത് നമ്മളെ ടീമത്തെ. നമ്മളെ ടീം നന്നായിട്ട് ഡൊണറൂമ കളിച്ച്. പിന്നെ റൊണാൾഡോ ഒക്കെ പൊട്ട കളി ചെയ്യുന്നു. മെസ്സി 55 കളിച്ച് സാറില്ല.
വെൽപ്ലേ ഡൊണാറൂമ ഉണ്ടായിരുന്നു ഗൈസ്. എന്താണ് പിന്നെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ടീം ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീമൊക്കെ കാണിച്ചു തരാം. സെൻട്രൽ ഫോർവേഡായിട്ട് മെസ്സി, അതിന് ശേഷം റൊണാൾഡോ, ഒഡിഗാർഡ്, നെയ്മർ, ജൂഡ് ബെല്ലിംഗം, ഹാരി കെയ്ൻ, പിനോക്ക്, ഹെർണാണ്ടസ്, ലൈമർ, കാർലോസ് സോളർ ആൻഡ് ഗോൾ കീപ്പർ ഈസ് ഡൊണാറൂമ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ പോയി നിജി ശർണയിൽ പോയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.